ഇന്ത്യ മുന്നണി തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അടുത്ത 10 വർഷത്തേക്കുള്ള സർക്കാർ രൂപീകരിക്കുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും പ്രധാനമന്ത്രി? അതിന് പക്ഷേ കോൺഗ്രസിന് വ്യക്തമായൊരു ഉത്തരമില്ല. കാരണം മുന്നണിയിൽ ഒരു അടിയുണ്ടാക്കാനുള്ള വകുപ്പ് കൊടുക്കരുതല്ലോ. പക്ഷേ ഒന്നവർ ഉറപ്പിച്ചു പറയുന്നു: ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ 2004 UPA കാലഘട്ടത്തിലേതുപോലെയാകും പ്രധാനമന്ത്രിയെ കണ്ടെത്തുക. അതായത് അധികാരം പിടിച്ചാൽ പ്രധാനമന്ത്രി പദം തങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന കൃത്യമായ സൂചനയാണ് ഇതുവഴി കോൺഗ്രസ് നൽകുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറയാതിരിക്കാനും കോൺഗ്രസ് ഒരു ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനോട് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷി നേതാക്കളിൽ പലർക്കും എതിർപ്പുള്ള സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇത്തരമൊരു ജാഗ്രത പാലിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിച്ചാൽ അതുറപ്പിക്കാൻ നിലവിൽ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയും പ്രതിപക്ഷ നിരയ്ക്ക് തേടേണ്ടി വരും. രാഹുൽ പ്രധാനമന്ത്രിയാകുന്നതിനോട് യോജിപ്പില്ലാത്തയാളാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി. അധികാരം ലഭിച്ചാൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിയാകണമെന്ന് മുൻപ് സഖ്യത്തിന്റെ ഭാഗമായിരുന്ന വേളയിൽ മമതാ ബാനർജി നിലപാടെടുത്തിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഭരണമാറ്റത്തിനുള്ള സൂചന വ്യക്തമാക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. സ്ത്രീകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന് ആത്മവിശ്വാസം കൂട്ടുന്നു. NCPയും ശിവസേനയും പിളർന്നെങ്കിലും മഹാരാഷ്ട്രയിൽ BJPയേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി ഉറപ്പിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഇരട്ട സീറ്റുകൾ ലഭിക്കും. ജോലി, കള്ളപ്പണം വീണ്ടെടുക്കൽ, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാടെ പരാജയപ്പെട്ടു. ന്യൂനപക്ഷ വോട്ടർമാരുമായി ബന്ധം തേടാനുള്ള മോദിയുടെ ശ്രമങ്ങളൊക്കെ ആത്മാർത്ഥതയില്ലാത്തതാണ്. ഇതൊക്കെ കോൺഗ്രസിനുള്ള വോട്ടായി മാറുമെന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സർക്കാർ അസ്ഥിരമായിരിക്കുമെന്ന മോദിയുടെ വാദത്തെയും ഖാർഗെ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിയിലെ കക്ഷികൾ ചേർന്ന് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് ഖാർഗെ വ്യക്തമാക്കുന്നത്. ഇന്ത്യ മുന്നണി എത്ര സീറ്റ് നേടുമെന്ന് ചോദിച്ചാൽ കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ലെന്നാണ് ഖാർഗെയുടെ മറുപടി. പക്ഷെ എന്തായാലും 300 എന്ന അക്കം കടക്കുമെന്ന് ഖാർഗെ തറപ്പിച്ചു പറയുന്നു. ആദ്യത്തെ ദളിത് പ്രധാനമന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും ഖാർഗെയ്ക്ക് കൃത്യമായ മറുപടിയുണ്ട്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. ഒരു ദളിതൻ എന്ന നിലയിൽ ഒരു സ്ഥാനവും 53 വർഷമായി അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയായി, വീണ്ടും റവന്യൂ ഗ്രാമവികസന മന്ത്രിയായി, മൂന്നാമത് വീണ്ടും ഗ്രാമവികസന മന്ത്രിയായി. എന്റെ സമുദായത്തിൽ നിന്ന് മാത്രം 5 ദളിത് മന്ത്രിമാരുണ്ടെങ്കിലും ഞാൻ വകുപ്പുകൾ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. ദളിതരുടെ പേരിൽ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് ജനങ്ങളെ സേവിക്കാൻ അവസരം ലഭിച്ചു. അത് പാർട്ടിയുടെ പരിപാടികളോടും നയങ്ങളോടുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയെ ആശ്രയിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊരു നേതാവുണ്ട്, രാഹുൽ ഗാന്ധി. എല്ലാം സഖ്യകക്ഷികൾ തീരുമാനിക്കുന്നത് പോലെ. ഇങ്ങനെയാണ് ഖാർഗെ പ്രതികരിക്കുന്നത്.